നമുക്കിത് നമ്മുടെ BSc ഇലക്ട്രോണിക്സിലെ 6ാം സെമിസ്റ്ററിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന സബ്ജക്റ്റിലെ രണ്ടാമത്തെ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാം. ഈ രണ്ടാമത്തെ മൊഡ്യൂളിനകത്ത് ഫിസിക്കൽ ലെയർ ആൻഡ് മീഡിയ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത്. ഇതിനകത്ത് നമുക്കറിയാം ഫിസിക്കൽ ലെയർ എന്ന് പറയുമ്പം ഇതിനകത്തെ എൻഡിലേക്ക് വരുന്ന, അതായത് നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ലെയറാണ് ഈ ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫിസിക്കൽ ലെയർ ഡയറക്റ്റ്ലി നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയയുമായിട്ടാണ് ഇൻ്റർഫേസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ മീഡിയ, അപ്പോൾ നമുക്കറിയാം ട്രാൻസ്മിഷൻ മീഡിയ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു മെസ്സേജ് ഒരു സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, റിസീവറിലേക്ക് ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്മിഷൻ മീഡിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ട്രാൻസ്മിഷൻ മീഡിയ? ഇറ്റ് ഇസ് എ പാത്വേ ദാറ്റ് ക്യാരീസ് ദ ഇൻഫർമേഷൻ ഫ്രം സെൻറ്റർ ടു റിസീവർ. സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഒരു ഇൻഫർമേഷനെ ക്യാരി ചെയ്യുന്ന ക്യാരി ചെയ്യാനുള്ളൊരു വഴിയാണ് എന്ത് ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ മീഡിയ ആയിട്ട് നമുക്ക് കേബിൾസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേവ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇതിനകത്ത് ഈ ട്രാൻസ്മിഷൻ മീഡിയയിൽ നമ്മൾ ഡാറ്റ പാസ് ചെയ്യുന്നത് സാധാരണ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ആയിട്ടോ ആയിരിക്കാം. വയർലെസ് മീഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. വയേർഡ് മീഡിയ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടായിരിക്കും സാധാരണ ഡാറ്റ പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ലെയറിന് ബിറ്റ്വീനാണ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ മീഡിയ ഇരിക്കുന്നത്. സെൻറ്ററിൻ്റെ ഫിസിക്കൽ ലെയറും റിസീവറിൻ്റെ ഫിസിക്കൽ ലെയറും തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുന്നത് ഈ ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെയാണ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് നമുക്കറിയാം, കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റാനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിഗ്നൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സിഗ്നൽസിന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഉപയോഗിച്ച് നമ്മൾ ഈ ട്രാൻസ്മിഷൻ മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ അപ്പുറത്തെ റിസീവറിനകത്ത് തന്നെ ക്യാപ്ചർ ചെയ്ത് വീണ്ടും ഡാറ്റ ആയിട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയയാണ് യൂസ് ചെയ്തതെന്ന് പറയുന്നത്. നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയയെ നമ്മൾ ഗൈഡഡ് മീഡിയ ആയിട്ടും അൺഗൈഡഡ് മീഡിയ ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗൈഡഡ് മീഡിയ എന്ന് പറഞ്ഞാൽ ഇത് വയേർഡ് മീഡിയയാണ്. ഈ വയേർഡ് മീഡിയനെ വീണ്ടും നമുക്ക് ട്വിസ്റ്റഡ് പെയർ എന്നും കോയാക്സിയൽ കേബിൾ എന്നും ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്നും സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റും. അൺഗൈഡഡ് മീഡിയ ആണെങ്കിൽ വയർലെസ് ആണ്. സോ അതിനകത്ത് നമ്മൾ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്രീ എയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫ്രീ എയർ ആണ് അൺഗൈഡഡ് മീഡിയ അല്ലെങ്കിൽ വയർലെസ് മീഡിയ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിനി ഇതിനകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ട്വിസ്റ്റഡ് പെയർ കേബിൾ നോക്കാം. ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറഞ്ഞാൽ 2 കണ്ടക്ടേഴ്സ് കാണും ട്വിസ്റ്റഡ് പെയറിനകത്ത്. അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ ലെങ്തിൽ ഒരു എമൗണ്ട് സം ട്വിസ്റ്റ് കാണും. ഇപ്പം ഫോർ എക്സാമ്പിൾ 1 മീറ്ററിനകത്ത് ഒരു 10 ട്വിസ്റ്റ് ആണെങ്കിൽ ആ ട്വിസ്റ്റ് എവിടെ കാണും? 2 കണ്ടക്ടർ തമ്മിൽ ട്വിസ്റ്റ് കൊടുത്തിട്ട് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിളിനകത്ത് കാണുന്നത്. ഇത് ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എല്ലാം സാധാരണ കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള കേബിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ കണ്ടക്ടറിനും അതിൻ്റേതായിട്ടുള്ള പ്ലാസ്റ്റിക് ഇൻസുലേഷൻ കാണും. ഓക്കെ, ആ പ്ലാസ്റ്റിക് ഇൻസുലേഷൻ വച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത്. താഴെ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, കണ്ടക്ടേഴ്സ് കാണിച്ചിട്ടുണ്ട്, ഇൻസുലേറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. ആ ഇൻസുലേറ്റർ കൂട്ടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത്. നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുമ്പോഴത്തേനും ക്രോസ് ടോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസിനെ നമുക്ക് ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ക്രോസ് ടോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇതിനകത്ത് സാധാരണ ട്വിസ്റ്റഡ് പെയറിനകത്ത് 2 വയേഴ്സ് ഉണ്ടെങ്കിൽ ഒരു വയർ നമ്മൾ സിഗ്നലിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റേ രണ്ടാമത്തെ സെക്കൻഡ് വയർ നമ്മൾ ഗ്രൗണ്ട് ആയിട്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് കേബിളിൻ്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു യൂണിറ്റ് ലെങ്തിൽ എത്ര ട്വിസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ആ കേബിളിൻ്റെ ക്വാളിറ്റി
ഡിറ്റർമിൻ ചെയ്യുന്നത്. കൂടുതൽ ഡിസ്റ്റ് കൂടുന്നതോറും നമുക്ക് ഈ ക്രോസ് ടോക്ക് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ദെൻ ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള കേബിളാണ്. നമുക്ക് ലോ കോസ്റ്റ് നമുക്ക് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് വാങ്ങിക്കാൻ പറ്റും. ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ കോയാക്സിയൽ കേബിളിനെയും ഫൈബർ ഒപ്റ്റിക് കേബിളിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് ട്വിസ്റ്റഡ് പെയർ കേബിൾ വെച്ചിട്ട് ഒരു സർവീസിങ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സ്കിൽഡ് ലേബർ ഇല്ലെങ്കിലും അത് പോസിബിളാണ്. ഓക്കെ, ടെക്നിക്കലായിട്ട് അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരില്ല എങ്കിലും നമുക്ക് ട്വിസ്റ്റഡ് പെയർ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ ഡാറ്റ റേറ്റ് ആണ്. അതായത് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറവാണ്. അതുപോലെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 100 മീറ്റർ വരെ സാധാരണ ട്വിസ്റ്റഡ് പെയറിന് റേഞ്ച് ലഭിക്കാറുള്ളൂ. ദെൻ ഇത് സാധാരണ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് ടെലിഫോൺ നെറ്റ്വർക്കുകളിൽ, അതുപോലെ ഒരു ബിൽഡിങ്ങിനകത്ത് തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻസ്, കമ്പ്യൂട്ടർ നമ്മൾ ഇൻ്റർ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും ഉണ്ട്, ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും ഉണ്ട്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുമ്പോഴത്തേനും രണ്ട് കേബിൾസ് അതിൻ്റെ ഇൻസുലേഷൻ കൂട്ടി വയർ ചെയ്ത് വെച്ചേക്കുന്നു, ട്വിസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നു. അതിന് പുറമെ ഒരു പ്ലാസ്റ്റിക് കവറും കൊടുത്തേക്കുന്നു. അതാണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുന്നത്. ഇത് ഇൻസുലേഷൻ ഈസി ആയിരിക്കും. ഇതിനകത്ത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ സബ്സ്ക്രൈബറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സബ്സ്ക്രൈബറിലേക്ക് സെൻട്രൽ ഓഫീസിൽ നിന്ന്, ടെലിഫോൺ സെൻട്രൽ ഓഫീസിൽ നിന്ന് സബ്സ്ക്രൈബറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ UTPs യൂസ് ചെയ്യാറ്. അതുപോലെ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈന് DSL കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. DSL എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്തിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ലൈൻസാണ് DSL എന്ന് പറയുന്നത്. അത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ 10 Mbps മുതൽ 100 Mbps വരെയുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ UTP ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ എന്തൊക്കെയാണ് UTP അഡ്വാൻറ്റേജസ് പറയുന്നത്? UTP എന്ന് പറയുന്നത് കമ്പാറ്റബിൾ കേബിളിംഗ് ആണ്. കൂടുതലും മേജർ നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ് എല്ലാം UTP സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ഒരു പ്രശ്നമേ ഉള്ളൂ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസിന് എക്സ്റ്റേണൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഇതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. പുറത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടായെങ്കിൽ ആ ഇൻ്റർഫറൻസ് നമ്മുടെ UTP കേബിളിനെ ബാധിക്കും. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ട്വിസ്റ്റഡ് പെയർ വന്നു കഴിഞ്ഞാൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പുറമേ ഒരു മെറ്റൽ ഷീൽഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ടക്ടറിന് പുറമേ നമ്മളൊരു ഇൻസുലേഷൻ കൊടുക്കുന്നുണ്ട്. ആ ഇൻസുലേഷന് പുറമേ നമ്മളൊരു മെറ്റൽ ഷീൽഡ് കൊടുക്കുന്നുണ്ട്. അതിന് പുറമേ ഒരു പ്ലാസ്റ്റിക് കവറിങ് ഉണ്ട്. ഓക്കെ, അപ്പം ഒരു പ്രൊട്ടക്റ്റീവ് ഫോയിൽ നമുക്ക് ഈ STP കേബിളാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ കേബിൾ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എക്സ്റ്റേണൽ ഇൻ്റർഫറൻസിനെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കേബിൾ ഈ ഇൻ്റർഫറൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ ഷീൽഡ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഓരോ കേബിൾസിനും ഓരോ പെയേഴ്സിനും ഇങ്ങനെ പ്രൊട്ടക്റ്റീവ് കോട്ടിങ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലായിരിക്കും. തിക്നെസ് എന്ന് പറയുന്നത് സാധാരണ കേബിളിനെക്കാളിലും കുറച്ച് കൂടുതലായിരിക്കും. താഴെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. താഴെ നമ്മൾ ഇതർനെറ്റ് കേബിളിനകത്ത് ഷീൽഡ് കൊടുത്തുള്ള ഡയഗ്രം കാണിച്ചിരിക്കുന്നത്. ഒരു അലുമിനിയം ഫോയിൽ പോലെ ഒരു പ്രൊട്ടക്റ്റീവ് ഫോയിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. STP സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് IBM ടോക്കൺ റിംഗ് നെറ്റ്വർക്കിനകത്താണ് യൂസ് ചെയ്യുന്നത്. IBM ടോക്കൺ റിംഗ് നെറ്റ്വർക്കിനകത്താണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതുപോലെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ലോങ് ഡിസ്റ്റൻസിൽ ഹയർ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ STPs യൂസ് ചെയ്യാറുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് STPക്കകത്ത് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഷീൽഡാണ് മീൻസ് എക്സ്റ്റേണൽ നോയ്സ് സാധാരണ രീതിയിൽ ഇതിനെ എഫക്റ്റ് ചെയ്യാറില്ല. UTPനേക്കാളിലും ഫാസ്റ്റാണ്. UTPനേക്കാളിലും ഡാറ്റ റേറ്റ് ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്.
ദെൻ അതുപോലെ തന്നെ UTP-നെക്കാളിലും കൂടുതലെന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് എക്സ്പെൻസീവ് ആയിരിക്കും. UTP-നെക്കാളിലും എക്സ്പെൻസീവാണ്. ദെൻ കൂടുതൽ ഡാറ്റ പോകുന്നവരും അറ്റൻഷൻ റേറ്റും കൂടുതലായിരിക്കും. ദെൻ അടുത്ത ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത് കൊയാക്സിയൽ കേബിളാണ്. കൊയാക്സിയൽ കേബിൾ നമ്മളെല്ലാം ഇപ്പോൾ യൂസ് ചെയ്യുന്ന കേബിളിനകത്ത് കേബിൾ TV നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത് കൊയാക്സിയൽ കേബിളായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഹൈ ഫ്രീക്വൻസി റേഞ്ചുള്ള സിഗ്നൽസിനെ പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊയാക്സിയൽ കേബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പം ട്വിസ്റ്റഡ് പെയറിന് ഉള്ള ഫ്രീക്വൻസിയെക്കാളും കൂടുതൽ ബാൻഡ് വിഡ്ത്തും കൂടുതൽ ഫ്രീക്വൻസി റേഞ്ച് സപ്പോർട്ട് ചെയ്യും കൊയാക്സിയൽ കേബിൾ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഇന്നർ കേബിൾ ഉണ്ടാകും. അതുപോലെ ആ ഇന്നർ കേബിളിൻ്റെ പുറമെ ഒരു ഇൻസുലേറ്റർ, ദെൻ അടുത്ത ഔട്ടർ കണ്ടക്ടർ ഷീൽഡഡ് കണ്ടക്ടർ ആയിരിക്കും, ഷീൽഡ് കൊടുത്തിട്ടുണ്ടാകും. ദെൻ അതിന് പുറമെ വേറൊരു ഇൻസുലേറ്റർ, പിന്നെ പ്ലാസ്റ്റിക് കവർ. ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ക്രോസ് സെക്ഷൻ കിട്ടുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഡിവൈസുകളിലും നമ്മൾ ഈ കൊയാക്സിയൽ കേബിൾ യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ടുള്ള ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ടെലിവിഷൻ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കൊയാക്സിയൽ കേബിളാണ് യൂസ് ചെയ്യുന്നത്. ലോങ് ഡിസ്റ്റൻസ് ടെലിഫോൺ ട്രാൻസ്മിഷൻ അവിടെ നമുക്ക് കൊയാക്സിയൽ കേബിൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്നത് ഒരു 10,000 വോയിസ് കോൾസ് അറ്റ് എ ടൈം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊയാക്സിയൽ കേബിൾ വഴി പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഷോർട്ട് ഡിസ്റ്റൻസ് കമ്പ്യൂട്ടർ സിസ്റ്റം ലിങ്ക്സ് വഴി ഫാസ്റ്റായിട്ട് 2 കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൊയാക്സിയൽ കേബിൾ വഴി പറ്റും. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്കും പോസിബിളാണ്. കൊയാക്സിയൽ കേബിളിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. കൊയാക്സിയൽ കേബിൾ എന്ന് പറയുന്നത് വയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെയധികം എളുപ്പമാണ്. ദെൻ ഇതുപോലെ റോളായിട്ടായിരിക്കും വരുന്നത്. ആ ഫിഗർ കാണിച്ചേക്കുന്ന ഒരു റോളായിട്ടായിരിക്കും വരുന്നത്. അത് നമുക്ക് നമുക്ക് വലിച്ചു നീട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ബാക്കി കാര്യങ്ങളെല്ലാം പറ്റും. സ്ട്രിപ്പ് ചെയ്യാനും ഒക്കെ ഈസിയാണ്. നമുക്ക് STP UTP കേബിൾസ് ഒക്കെ ഇതർനെറ്റ് കേബിളൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് ക്രിമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സെപ്പറേറ്റ് ക്രിമ്പിങ് ടൂളൊക്കെ വേണ്ടി വരും. ഇത് നമുക്ക് അങ്ങനെയുള്ള ക്രിമ്പിങ് ടൂളിൻ്റെ ഒക്കെ ആവശ്യം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസും കമ്പാരിറ്റീവ്ലി കുറവാണ്, ഇതിനകത്ത് എഫക്റ്റ് ചെയ്യുന്നത് കുറവാണ്. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു സിംഗിൾ കൊയാക്സിയൽ കേബിൾ ആണെങ്കിൽ ആ കൊയാക്സിയൽ കേബിൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കൊയാക്സിയൽ കേബിൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻ്റയർ നെറ്റ്വർക്ക് ഡൗൺ ആകാൻ വേണ്ടി കാരണമാകും. വേറെ പാത്ത് കാണത്തില്ല. അപ്പം അതാണ് ഇതിനകത്ത് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. സിംഗിൾ കേബിൾ ഫെയിലിയർ എന്ന് പറയുന്നത് എൻ്റയർ നെറ്റ്വർക്കിനെ കളയാൻ വേണ്ടി ഫെയിലാകാൻ വേണ്ടി പറ്റും. ദെൻ ഇതിൻ്റെ തിക്നെസ്സും മറ്റും കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇൻസുലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓവറോൾ ഇൻസുലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾസോ ഹൈ ആയിരിക്കും. ദെൻ അടുത്തൊരു മീഡിയ എന്ന് പറയുന്നത് ഫൈബർ ഒപ്റ്റിക് കേബിളാണ്. ഫൈബർ ഒപ്റ്റിക് നമുക്കറിയാം ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് കേബിൾസാണ്. അത് നമുക്ക് സിഗ്നൽസിനെ ലൈറ്റ് ഫോമിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് പറയുന്നത്. സിഗ്നൽസിനെ ലൈറ്റിൻ്റെ ഫോമിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈബർ ഒപ്റ്റിക് കേബിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്ക് ഒരു എൻഡിൽ നെക്സ്റ്റ് എൻഡിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കൊരു റിഫ്രാക്ഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വേവിനെ ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിൽ എത്തിക്കാൻ പറ്റും. അതിനെ നമ്മൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ തിരിച്ച് എടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അതിനകത്തൊരു കോർ ഉണ്ടാവും, ക്ലാഡിങ് ഉണ്ടാവും. കോറോ ക്ലാഡിങ് തമ്മിലുള്ള ഇൻ്റർഫേസിലുണ്ടാകുന്ന റിഫ്ലക്ഷൻ വഴിയാണ് ഈ ലൈറ്റ് വേവ് സെൻട്രൽ നിന്ന് റിസീവറിലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. കോർ എന്ന് പറയുന്നത് മെയിൻലി ഒരു ഗ്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോഡി ആയിരിക്കും. അതിൻ്റെ പുറമെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷനുള്ള ഒരു ക്ലാഡിങ്ങും കാണും. ക്ലാഡിങ് എന്ന് പറയുന്നത് ലെസ് ഡെൻസിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ് ആയിരിക്കും ക്ലാഡിങ്ങിലുണ്ടാവുക.
അപ്പോൾ അതിന് പുറമെ ഒരു ഔട്ടർ പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കൂടെ കാണും, ഒരു കവറും കൂടെ കാണും, ഒരു ജാക്കറ്റും കൂടെ കാണും. അതായത് ഈ കോറിനെയും ക്ലാഡിങ്ങിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോഴത്തേന് ഇതാണ് കൺസ്ട്രക്ഷൻ. ക്ലാഡിങ് കാണിച്ചിട്ടുണ്ട്. ക്ലാഡിങ് എന്ന് പറയുന്നത് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് ഓർ ആയിരിക്കും. ദെൻ അതിന് പുറമെ ഒരു കോറ് ആൻഡ് ഉണ്ടാവും. ഫ്ലോറും ക്ലാഡിങ്ങും തമ്മിലുള്ള ഇൻ്റർഫേസ് എന്ന് പറയുന്നത്, അവിടെ ആ ഇൻ്റർഫേസ് സ്ട്രൈക്ക് ചെയ്താണ് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ നടക്കുന്നത്. ദെൻ അതിന് പുറമെ ഒരു പ്ലാസ്റ്റിക് ബഫർ ഉണ്ടാവും. ദെൻ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ളൊരു കവറിങ് കാണും. ദെൻ അത് പുറമെ ഒരു ഔട്ടർ ജാക്കറ്റ് കൂടെ കാണും. ഇത്രയുമായിരിക്കും ഒരു ഫൈബറിൻ്റെ കൺസ്ട്രക്ഷനകത്ത് ഉണ്ടാവുക. ഫൈബറിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്കറിയാം. ടെലികമ്മ്യൂണിക്കേഷനിൽ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ, കേബിൾ ടിവിയിൽ, CCTVയിൽ, മെഡിക്കൽ എഡ്യൂക്കേഷനിൽ, ഇതിൻ്റെതെല്ലാം ഇപ്പോൾ നമ്മൾ ഫൈബർ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇതിനകത്ത് പോസിബിൾ ആകും. ഡാറ്റ റേറ്റ് നമുക്ക് 100 ജിഗാബിറ്റ്സ് പെർ സെക്കൻഡ് സ്പീഡ് ഇതിനകത്ത് ഈ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. സൈസ് സ്മോളാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഫൈബർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫൈബർ എടുത്തു കഴിഞ്ഞാൽ സൈസ് സ്മോളാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ സിഗ്നൽ അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് ഐസൊലേഷൻ, ലൈറ്റ് വേവിൽ ആയിട്ട് പാസ് ചെയ്യുന്നതുകൊണ്ട് ഇത് ബാക്കിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൽ എഫക്റ്റ് ആവുന്നില്ല. സാധാരണ രീതിയിലുള്ള ഡിസ്ട്രോഷൻസോ ഒന്നും ഒപ്റ്റിക്കൽ ഫൈബറിനെ എഫക്റ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 10 കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് മാത്രം നമ്മൾ ഒരു സിഗ്നൽ ബൂസ്റ്റർ വെച്ചാൽ മതിയാവും. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിലും ഒപ്റ്റിക്കൽ ഫൈബറിന് സ്പീഡുണ്ട്, ബാക്കിയുള്ള EMI എഫക്റ്റ് ചെയ്തില്ല, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എഫക്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്, മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ ചിലവ് കൂടിയതാണ്. അതായത് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്, ഒപ്റ്റിക്കൽ ഫൈബർ ഇപ്പോഴും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഇത്ര പ്രാധാന്യം നേടാത്തതിൻ്റെ കാരണം ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. ദെൻ അടുത്തൊരു മീഡിയയിൽ വന്നാൽ ഗൈഡഡ് മീഡിയ നിർത്തിയിട്ട് ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ അൺഗൈഡഡ് മീഡിയ അൺഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത് വയർലെസ് ട്രാൻസ്മിഷൻ ടെക്നോളജീസ് ആണ്. അത് മെയിനായിട്ട് വരുന്നത് റേഡിയോ വേവ്സും ഇൻഫ്രാറെഡും ലൈറ്റ് വേവ്സും ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു ഫിസിക്കൽ കണ്ടക്ടർ ഇല്ല, ഫിസിക്കൽ മീഡിയ അല്ല, ഫ്രീ എയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ കണ്ടക്ടർ ഇല്ലാതെ ഒരു ട്രാൻസ്മിഷൻ നടത്തുന്നതാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് റേഡിയോ വേവ്സും ഇൻഫ്രാറെഡും ലൈറ്റ് വേവ്സും ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്, അൺഗൈഡഡ് മീഡിയയിലുള്ള പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് സാധാരണ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷന്, സ്കൈ വേവ് പ്രൊപ്പഗേഷന്, ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ, അങ്ങനെ ആണ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് വരുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ എർത്തിൻ്റെ പ്രത്യേകതകൾ കാരണമാണ് ഈ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനും സ്കൈ വേവ് പ്രൊപ്പഗേഷനും ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷനും ഒക്കെ പോസിബിൾ ആകുന്നത്. അയോണോസ്ഫിയർ വെച്ചിട്ട് സ്ട്രൈക്ക് തിരിച്ചു വരുന്നത് സ്കൈ വേവ് പ്രൊപ്പഗേഷന്. രണ്ട് ആൻറ്റിനാസ് തമ്മിലുള്ള ഒരു ആൻറ്റിനയിൽ നിന്ന് അതിൻ്റെ ലൈൻ ഓഫ് സൈറ്റിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷന്. ദെൻ നമ്മളൊരു ആൻറ്റിന വെച്ചിട്ട് ആൻറ്റിനയിൽ നിന്ന് എർത്തിൻ്റെ സർക്കംസ്റ്റൻസിലൂടെ എർത്തിക്കൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രത്യേകത കാരണം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷന്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനൊക്കെ. ഗ്രൗണ്ട് വേവ് എന്ന് പറയുമ്പം അറ്റ്മോസ്ഫിയറിൻ്റെ ലോവസ്റ്റ് പോർഷനിൽ കൂടെയാണ് റേഡിയോ വേവ്സ് ട്രാവൽ ചെയ്യുന്നത്, എർത്തിനെ ടച്ച് ചെയ്ത് ട്രാവൽ ചെയ്യുന്നു. സ്കൈ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോഴത്തേനും അയോണോസ്ഫിയറിൽ പോയി സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ഇത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഒരു ആൻറ്റിനയിൽ നിന്ന് മറ്റൊരു ആൻറ്റിനയിലേക്ക് സ്ട്രെയിറ്റ് ലൈനിലാണ് ഡേറ്റാസ് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അൺഗൈഡഡ് മീഡിയയിലേക്ക് വരാം.
വയർലെസ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് ഉണ്ട്, മൈക്രോവേവ്സ് യൂസ് ചെയ്യാം, ഇൻഫ്രാറെഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റേഡിയോ വേവ്സ് എന്ന് പറയുമ്പോൾ ഒമ്നി ഡയറക്ഷണൽ ആൻറ്റനാസ് വെച്ചിട്ട് 3 കിലോ ഹെർട്സ് മുതൽ 1 കിലോ ഹെർട്സ് വരെയുള്ള റേഞ്ചിൽ ആണ് നമ്മൾ ട്രാൻസ്മിഷൻ നടക്കുന്നത്. സാധാരണ നമ്മൾ ഒന്നിൽ കൂടുതൽ റിസീവേഴ്സ് നമുക്കുണ്ടെങ്കിൽ ആ റിസീവേഴ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേഡിയോ വേവ്സ് ഉപയോഗിച്ചുള്ള ട്രാൻസ്മിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. മൾട്ടി കാസ്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയും. മൾട്ടി കാസ്റ്റ് ട്രാൻസ്മിഷൻ എക്സാമ്പിൾസ് ആണ് റേഡിയോയും ടെലിവിഷനും ഒക്കെ. ഓക്കെ, റേഡിയോ വേവ്സ് നമുക്കറിയാം. റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ബിൽഡിങ്സിനകത്തേക്കൊക്കെ ആ വേവ്സ് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ആപ്ലിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. മൈക്രോവേവ്സ് എന്ന് പറയുന്നത് ലാർജ് ഏരിയ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാർജ് ഏരിയ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ മൈക്രോവേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൈക്രോവേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും ലൈനോസൈറ്റ് പ്രൊപ്പഗേഷൻ ആയിരിക്കും മൈക്രോവേവ്സ് വരുന്നത്. മൈക്രോവേവ്സ് ആർ യൂണി ഡയറക്ഷണൽ, ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ട് അപ്ലിങ്കും ഡൗൺലിങ്കും വേണമെങ്കിൽ 2 ഫ്രീക്വൻസി ബാൻഡ് വേണ്ടി വരും. ഒരു ബാൻഡ് അപ്ലിങ്ങിന് വേണ്ടിയിട്ടും മറ്റേ ബാൻഡ് ഡൗൺലിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. മൈക്രോവേവ്സിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 1 GHz മുതൽ 300 GHz വരെയാണ് മൈക്രോവേവിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. സാറ്റലൈറ്റും ടെറസ്ട്രിയൽ കമ്മ്യൂണിക്കേഷനൊക്കെ മൈക്രോവേവ് ലിങ്ക്സ് വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോവേവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ടവറിൽ നിന്ന് വേറെ ടവറിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ടൊക്കെ മൈക്രോവേവ് ലിങ്ക്സ് വഴി നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകും. സെല്ലുലാർ ഫോൺസിൽ, സാറ്റലൈറ്റ് നെറ്റ്വർക്ക്സിലൊക്കെ, വയർലെസ് ലാനിൽ, വൈഫൈ ഇതിനകത്തൊക്കെ നമുക്ക് മൈക്രോവേവ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അതിനകത്തൊക്കെ നമ്മൾ മൈക്രോവേവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ മൈക്രോവേവ്സിനകത്ത് നമുക്ക് ഡയറക്ഷണൽ ആൻറ്റിനാസ് വേണം. പോയിന്റ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ്സിൽ. സോ നമുക്ക് ഡയറക്ഷണൽ ആൻറ്റിനാസ് ഇപ്പം എവിടെയാണ് മൈക്രോവേവിൻ്റെ ട്രാൻസ്മിറ്ററുള്ള ആ ട്രാൻസ്മിറ്ററിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന ആൻറ്റിന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മൈക്രോവേവ് കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ 300 GHz മുതൽ 400 THz വരെയുള്ള ഫ്രീക്വൻസീസിനാണ് നമ്മൾ ഇൻഫ്രാറെഡ് റേഞ്ച് എന്ന് പറയുന്നത്. ഇൻഫ്രാറെഡ് നമുക്കറിയാം ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ ഇൻഫ്രാറെഡ് യൂസ് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഇൻഫ്രാറെഡ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റിമോട്ട് കൺട്രോൾസിലാണ്. നൈറ്റ് വിഷൻ ക്യാമറാസിൽ നമ്മൾ ഇൻഫ്രാറെഡ് യൂസ് ചെയ്യും. നൈറ്റിലെ വിസിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിസിബിലിറ്റി ഉണ്ടാക്കുന്നത്. അതുപോലെ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യും. 2 ഫയൽസ് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഫ്രാറെഡ് യൂസ് ചെയ്യാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ PC ആൻഡ് പെരിഫറൽ ഡിവൈസ്, അതിനുവേണ്ടി നമ്മൾ ഒരു PC ഒരു മൗസുമായിട്ട് ഇൻഫ്രാറെഡ് മൗസ് ഉണ്ടെങ്കിൽ മൗസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻഫ്രാറെഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം റേഞ്ച് വളരെ കുറവായിരിക്കും. ഇൻഫ്രാറെഡിനത് റേഞ്ച് വളരെ കുറവായിരിക്കും. അതുപോലെ ഇൻഫ്രാറെഡിനകത്ത് ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷനാണ് നടക്കുന്നത്. ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷനാണ് ഇൻഫ്രാറെഡിലും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. നമുക്കറിയാം ഫിസിക്കൽ ലെയറിൽ നിന്ന് റിസീവറിൻ്റെ ഫിസിക്കൽ ലെയറിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു ട്രാൻസ്മിഷൻ മീഡിയ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ മീഡിയയിൽ കൂടിയാണ് ഡാറ്റാസ് പാസ് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, സാധാരണ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണെങ്കിൽ ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വയേർഡ് ആയിരിക്കാം, വയർലെസ് ആയിരിക്കാം. വയേർഡ് ആണെങ്കിൽ തന്നെ നമുക്ക് വയേർഡിനകത്ത് STP യൂസ് ചെയ്യാം, UTP യൂസ് ചെയ്യാം, കോയാക്സിയൽ കേബിൾ യൂസ് ചെയ്യാം, ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ ലെയറിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനെ എടുത്ത് അതിനെ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ ലെയറിൽ ഈ വയറിലേക്ക് ചെല്ലുമ്പോൾ.
അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയയിലേക്ക് ചെല്ലുമ്പം സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളിപ്പം ഒരു വയർലെസ് ഡിവൈസ് ഇൻ്റർഫേസ് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. ഓക്കെ, അൺഗൈഡഡ് മീഡിയ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫെസിലിറ്റീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതായത് ആൻറ്റിനയൊക്കെ കണക്ട് ചെയ്ത് അതിനെ ഒരു വയർഡ് മീഡിയ ആക്കി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ അടുത്ത ദിവസത്തെ ക്ലാസ് നോക്കാം. താങ്ക് യു.